യഥോ ധർമ്മ സ്തോ ജയ. ഭക്തസുഹൃത്തുക്കളെ പ്രണാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് പ്രധാനമായും ദ്രോണരുടെ ജനനവും വളർച്ചയും വിദ്യാഭ്യാസവും വിവാഹവും ജീവിതവും ജീവിത ക്ലേശങ്ങൾ കൊണ്ട്, അതായത് ദാരിദ്ര്യ ദുഃഖം വളരെയധികം അനുഭവിച്ചിരുന്നതിനാൽ അതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ദ്രോണർ ഏതെങ്കിലും വിധത്തിൽ തന്നെ സമ്പത്ത് നിന്ന് സഹായിക്കണമെന്ന് പരശുരാമനെ കണ്ട് ആവശ്യപ്പെടുകയും, എന്നാൽ താൻ നേടിയെടുത്ത സമ്പത്തുകളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കഴിഞ്ഞു, ഇനി തൻ്റെ കയ്യിൽ സമ്പത്തായിട്ടൊന്നുമില്ല, തൻ്റെ കയ്യിലുള്ള ഏക സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത വിദ്യയാകുന്ന ഒരു കലവറ തൻ്റെ ഉള്ളിലുണ്ടെന്നും അത് വേണമെങ്കിൽ തനിക്ക് ഞാൻ പകർന്നു നൽകാമെന്നും പരശുരാമൻ പറയുന്നതും അത് കേട്ട് വളരെ സന്തുഷ്ടനായി ദ്രോണർ പരശുരാമനിൽ നിന്ന് അതിശ്രേഷ്ഠമായ ആ കാലഘട്ടത്തിൽ ലോകത്ത് ആരെക്കാളും മികച്ച രീതിയിലുള്ള അഭ്യാസങ്ങൾ അറിയാമായിരുന്ന പരശുരാമനിൽ നിന്ന് ആ അസ്ത്ര ശസ്ത്ര വിദ്യകളും മറ്റ് എല്ലാ വിദ്യകളും ഏതാനും ദിവസങ്ങൾ കൊണ്ട് ദ്രോണർ കരസ്ഥമാക്കുന്നതും, അതുമായി തിരിച്ചു വരുന്ന ദ്രോണർക്ക് തൻ്റെ ബാല്യകാല സുഹൃത്തിൽ നിന്ന് അപമാനം ഏൽക്കേണ്ടി വരുന്നതും, അതിനുശേഷം ഹസ്തിനപുരിയിൽ വന്ന് കൃപരുടെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന ദ്രോണർ ഒരു നാൾ ഹസ്തിനപുരിയിലെ പാണ്ഡവ കൗരവ ബാലന്മാർ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന പന്തിനെ എടുത്തു കൊടുക്കുന്നതും, ഈ ദ്രോണരെ കൊട്ടാരത്തിൽ ഭീഷ്മർക്ക് കാണണമെന്നാവശ്യപ്പെട്ട് രാജകുമാരന്മാരാൽ കൊട്ടാരത്തിൽ വിളിക്കപ്പെട്ട ദ്രോണർക്ക് താമസിക്കുന്നതിലേക്ക് നല്ല വീടും ജീവിക്കുന്നതിലേക്ക് വേണ്ടുന്ന ധനമൂലാദികളും സ്വർണ്ണ രത്നങ്ങളും ഒക്കെ വേണ്ടുവോളം ഭീഷ്മർ ദാനം നൽകി അവിടെ താമസിപ്പിക്കുകയും, അതായത് ഹസ്തിനപുരി കൊട്ടാരത്തിന് സമീപത്ത് തന്നെ താമസിപ്പിക്കുകയും പാണ്ഡവ കൗരവ ബാലന്മാരെ തുടർ വിദ്യാഭ്യാസ ചുമതല ദ്രോണരെ ഏൽപ്പിക്കുന്നതുമായ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ പാണ്ഡവ കൗരവ ബാലന്മാരുടെ വിദ്യാഭ്യാസ ചുമതല ഏറ്റെടുത്ത ദ്രോണർ അവരെ ഓരോ രീതിയിലുള്ള അഭ്യാസങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. ആദ്യകാലത്തുള്ള പരീക്ഷണങ്ങളിൽ തന്നെ കൃപരിൽ നിന്ന് അത്യാവശ്യം വേണ്ടുന്ന അസ്ത്രാഭ്യാസങ്ങളും വേദശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞ രാജകുമാരന്മാർ തുടർന്ന് ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗങ്ങളും അതിവിപുലമായ മറ്റ് യുദ്ധമുറകളുമൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ ദ്രോണാചാര്യർ അപ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മാറ്റുകയും അതനുസരിച്ച് വിദ്യ നൽകി മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ പഠനം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ ഒരു ദിവസം എല്ലാ രാജകുമാരന്മാരും കൂടി നിൽക്കുന്ന സമയത്ത് ദ്രോണർ ഒരു കാര്യം അവരോടായി ആവശ്യപ്പെട്ടു. അല്ലയോ കുമാരന്മാരെ, നിങ്ങളെ എല്ലാ വിദ്യയും ഞാൻ അഭ്യസിച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു വേദന സൂക്ഷിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടും. അത് നിങ്ങൾ എനിക്ക് നേടിത്തരണം എന്ന് കുമാരന്മാരോട് പറയുകയും, എന്നാൽ ഇത് കേട്ട് പരസ്പരം നോക്കി നിൽക്കുകയായിരുന്ന കുമാരന്മാരാരും മറുപടി പറയാതിരിക്കുകയും, ആ സമയത്ത് അർജുന കുമാരൻ എണീറ്റ് ദ്രോണരെ മുന്നിലേക്ക് വന്ന്, അല്ലയോ ഗുരു, അങ്ങയുടെ മനസ്സിൽ എന്താണുള്ളോ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ഞാൻ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അതിന് പരിഹാരം അങ്ങ് പറയുന്നത് എന്താണോ അത് ചെയ്തു തരും. ഇത് സത്യം 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 എന്ന് ദ്രോണരുടെ മുമ്പിൽ
അർജുനൻ സത്യം ചെയ്തു കൊടുക്കുകയും ഇത് കേട്ടുകഴിഞ്ഞ ദ്രോണാചാര്യർക്ക് അതീവ സന്തോഷമുണ്ടാകുകയും സന്തോഷത്തിൽ നിന്ന് ആനന്ദ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അർജുനനെ കെട്ടിപ്പുണർന്ന് മൂർധാവിൽ ചുംബിച്ചതിന് ശേഷം നീ എൻ്റെ പ്രധാന ശിഷ്യനായിരിക്കും എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് വിതുരരുടെ ദ്രോണരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ ബാല്യകാല സുഹൃത്തായ പാഞ്ചാല രാജകുമാരൻ തന്നെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യും എന്ന പ്രതിജ്ഞ ഉള്ളിലുണ്ടായിരുന്നത് ഈ തൻ്റെ ശിഷ്യന്മാരായ പാണ്ഡവ കൗരവ ബാലന്മാരെ കൊണ്ട് നിർവഹിക്കണം എന്നതായിരുന്നു ദ്രോണരുടെ ആഗ്രഹം. അത് ഉള്ളിൽ കരുതിക്കൊണ്ടായിരുന്നു ദ്രോണർ ഈ വിധം കുമാരന്മാരോട് ആവശ്യപ്പെട്ടത്. അത് സംഭവം എന്താണെന്ന് പുറത്തു പറഞ്ഞില്ലെങ്കിലും എന്തായാലും നിർവഹിച്ചു കൊടുക്കാമെന്ന് അർജുനൻ ഉറപ്പ് കൊടുക്കുകയും വിദ്യാഭ്യാസം വീണ്ടും തുടർന്നു പോവുകയും ചെയ്തു. പല അഭ്യാസങ്ങളും ദൈനംദിനം ദിവ്യാസ്ത്രങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് ദ്രോണർ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില പരീക്ഷണങ്ങൾ ഇവർ വേണ്ടുന്ന വണ്ണം വിദ്യ അഭ്യസിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിലേക്ക് വേണ്ടി നടത്തുകയും ചെയ്തിരുന്നു. ഒരു ദിവസം രാവിലെ ദ്രോണാചാര്യർ എല്ലാ ബാലന്മാരെയും വിളിച്ച് ഓരോ കമണ്ടലു കൈ കൊടുത്തതിന് ശേഷം നിങ്ങൾ പോയി ജലം കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാ രാജകുമാരന്മാരും കമണ്ടലുമായി ജലമന്വേഷിച്ച് ഇങ്ങനെ തിരിച്ച് യാത്ര പോയപ്പോൾ അർജുനൻ മാത്രം പോകാതെ അവിടെ നിൽക്കുകയും എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അർജുനൻ വില്ലെടുത്ത് ശരവുമെടുത്ത് വരുണാസ്ത്രത്തിൻ്റെ മന്ത്രം ജപിച്ച് അസ്ത്രമയക്കുകയും ജലം ഇഷ്ടം പോലെ കമണ്ടലു നിറയുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ദ്രോണർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കാരണം ഞാൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ വിദ്യ അത്യാവശ്യം വേണ്ടുന്ന സമയത്ത് ഉപയോഗിക്കാൻ പ്രാപ്തനായത് അർജുനൻ മാത്രമേ ഉള്ളൂ എന്ന് ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷിക്കുകയും വീണ്ടും എല്ലാ കുമാരന്മാരെയും ദ്രോണർ ഒരേ രീതിയിലാണ് വിദ്യകൾ അഭ്യസിച്ചു കൊണ്ടിരുന്നതെങ്കിലും വിദ്യാ അഭ്യാസത്തിൽ ഏറ്റവും പ്രഗത്ഭനായി മുന്നേറിയത്, അതായത് ദ്രോണർ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ദിവ്യാസ്ത്രങ്ങളെയും അതേ പ്രകാരം പ്രയോഗിക്കുന്നതിലുള്ള പ്രാപ്തിയും ബുദ്ധിയും പ്രയോഗിച്ചിരുന്നത് അർജുനാണ് എന്ന് സാരം. അങ്ങനെ വീണ്ടും അസ്ത്രവിദ്യയും മറ്റ് ദ്വന്ദ്വയുദ്ധങ്ങളും എല്ലാ യുദ്ധമുറകളും തേരോട്ടവും എല്ലാം പഠിപ്പിച്ച് മുന്നേറുന്ന സമയത്ത് ഈ ലക്ഷ്യം യഥാവിധി നടത്താൻ ഇവർ പ്രാപ്തരാണോ എന്നറിയുന്നതിലേക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ദ്രോണർ ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഒരു ദിവസം രാത്രി എല്ലാവരും ഇരുട്ടത്ത് ഭക്ഷണം കഴിച്ച് ഇരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റടിച്ച് അവരുടെ മുമ്പിലുണ്ടായിരുന്ന എല്ലാ വിളക്കുകളും കെട്ടുപോവുകയും ചോറും കറികളുമായി ഇങ്ങനെ വായിലും കയ്യിലുമായിട്ടിരിക്കുകയായിരുന്ന കുമാരന്മാരിൽ അർജുനൻ പ്രകാശം ഉണ്ടായിരുന്നപ്പോൾ എപ്രകാരം തന്നെ ആഹാരം കഴിച്ചുവോ അതേപോലെ അടുത്ത് പ്രകാശം ഉണ്ടാകുന്നതിന് മുമ്പ് ഭക്ഷണം പൂർണ്ണമായി കഴിച്ചു തീർക്കുകയും എന്നാൽ മറ്റുള്ളവർ അടുത്ത് പ്രകാശം വരുന്നത് വരെ വെറുതെ നോക്കിയിരിക്കുകയും ചെയ്തു. അപ്പോൾ ലക്ഷ്യം ഉള്ളിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഇരുട്ട് ഒരു പ്രശ്നമേ അല്ല എന്ന് അർജുനൻ്റെ ആ ഭക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വിദ്യാഭ്യാസം വീണ്ടും തുടരുകയും കുറേ നാളുകളോട് കഴിഞ്ഞതിന് ശേഷം ദ്രോണർ മറ്റൊരു പരീക്ഷണം, അടുത്ത് ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഒരു ചില്ലയിൽ ജീവനുള്ള കിളിയാണെന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു പക്ഷിയുടെ രൂപം അവിടെ കൊണ്ട് വച്ചതിന് ശേഷം എല്ലാ കുമാരന്മാരെയും വിളിച്ച് നിങ്ങൾ ഇന്ന് അഭ്യസിക്കേണ്ടത്, എന്നെ കാണിച്ചു തരേണ്ടത് ആയ വിദ്യ നിങ്ങൾ കാണുന്നുണ്ടോ ആ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ഒരു പക്ഷി ഇരിക്കുന്നത്. എല്ലാ കുമാരന്മാരും അങ്ങോട്ട് നോക്കി, അവിടെ പക്ഷിയുണ്ട്, എല്ലാവരും കണ്ടു. ജീവനുള്ള പക്ഷിയാണ് എന്ന് തന്നെ അവർക്ക് തോന്നുകയും ചെയ്തു. എന്നിട്ട് ദ്രോണർ ഓരോരുത്തരെയായി വിളിച്ചു. പാണ്ഡവരിലും കൗരവരിലും ഏറ്റവും മൂത്തവനായ യുധിഷ്ഠിരനെ തന്നെ ആദ്യം വിളിച്ചു. യുധിഷ്ഠിര, നീ വില്ലെടുക്കുക, എന്നിട്ട് അമ്പെടുക്കുക, നീ ആ ലക്ഷ്യത്തിലേക്ക് നോക്കുക, എന്നിട്ട് നീ എന്നോട് പറയുക നീ എന്തെല്ലാം കാണുന്നുണ്ട് എന്ന്.
യുധിഷ്ഠിരൻ ആ വൃക്ഷച്ചില്ലയിലെ കിളിയിൽ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഗുരു, ഞാൻ ആ പക്ഷിയെ കാണുന്നുണ്ട്, ആ പക്ഷി ഇരിക്കുന്ന ചില്ല കാണുന്നുണ്ട്, ആ ചില്ലയ്ക്കടുത്തുള്ള വൃക്ഷത്തിൻ്റെ ഇലകളും മറ്റ് ഇതുമൊക്കെ കാണുന്നുണ്ട്, നിഴൽ പോലെ അടുത്ത് നിൽക്കുന്ന ഗുരുവിനെയും എൻ്റെ അനുജന്മാരെയും ഒക്കെ കാണുന്നുണ്ട് എന്ന്. ശരി യുധിഷ്ഠിര, നീ വില്ല് താഴെ വയ്ക്കൂ, മാറി നിൽക്കൂ, ആ ലക്ഷ്യം ഭേദിക്കാനുള്ള പ്രാപ്തി നീ ഇപ്പോൾ എത്തിയിട്ടില്ല എന്ന് ദ്രോണർ പറയുകയും അടുത്ത് ഭീമനെ വിളിക്കുകയും ചെയ്തു. ഭീമനും ആ ലക്ഷ്യം നോക്കി വില്ല് കുലച്ചതിന് ശേഷം അവനും പലതും കാണുന്നതായി ഇങ്ങനെ പറഞ്ഞു. അവനെയും മാറ്റി നിർത്തിയിട്ട് ദുര്യോധനെ വിളിച്ചു. ദുര്യോധനും തുടർന്ന് ആ രാജകുമാരന്മാർ ഓരോരുത്തരെയായി വിളിച്ച് ആ ലക്ഷ്യത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് എന്ന് ദ്രോണർ ചോദിക്കുകയും അവർ കാണുന്നതൊക്കെ പലതും കാണുന്നതായിട്ട് പറയുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും മാറ്റി നിർത്തിയതിന് ശേഷം അവസാനമാണ് അർജുനനെ വിളിച്ചത്. അർജുനെ അടുത്ത് വിളിച്ച ദ്രോണർ, അർജുന, വില്ല് കുലച്ചു നിൽക്കുന്ന അർജുനോട് ചോദിച്ചു, നീ എന്താണ് അവിടെ കാണുന്നത് എന്ന്. അർജുനൻ പറഞ്ഞു, ഗുരു, ഞാൻ ഒരു പക്ഷിയെ മാത്രം കാണുന്നു എന്ന്. അപ്പോൾ നീ ചില്ല കാണുന്നില്ലേ? ഇല്ല. നീ വൃക്ഷത്തെയോ എന്നെയോ ഇതിൻ്റെ സഹോദരങ്ങളെയോ കാണുന്നുണ്ടോ? ഇല്ല, ആരെയും കാണുന്നില്ല. എന്നാൽ നീ അല്പക്കൂടെ നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കി വീണ്ടും വീക്ഷിക്കുക. അർജുനൻ വീണ്ടും ആ ലക്ഷ്യം നോക്കി വീണ്ടും വീക്ഷിച്ചു. ഇപ്പോൾ നീ എന്ത് കാണുന്നുണ്ട് അർജുന എന്ന് ദ്രോണർ ചോദിക്കുകയും, ഗുരു, ഞാനിപ്പോൾ പക്ഷിയെ തന്നെ കാണുന്നില്ല, ആകെ ആ പക്ഷിയുടെ തല മാത്രമേ കാണുന്നുള്ളൂ. ശരി അർജുന, നീ ലക്ഷ്യം ഭേദിച്ചുള്ളൂ എന്ന് ദ്രോണർ നിർദ്ദേശിക്കുകയും അർജുനൻ ബാണം എയ്തു വിടുകയും നിമിഷ നേരം കൊണ്ട് ആ പക്ഷിയുടെ തല കൂട്ടിൽ വീഴുകയും ചെയ്തു. ഇതിൽ നിന്ന് ഒരു ലക്ഷ്യം പ്രാപ്തിയിലെത്തുന്നതിലേക്ക് വേണ്ടി ലക്ഷ്യം വയ്ക്കുന്ന നാം ഓരോരുത്തരും ആ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് ഇതിൽ നിന്ന് ആ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് എന്ന് ഗുരു തെളിയിക്കുകയാണ് അവിടെ ചെയ്തത്. വീണ്ടും വിദ്യാഭ്യാസം തുടർന്നു പോയി. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. പല രീതിയിലുള്ള വിദ്യകളും വീണ്ടും ദ്രോണർ കുമാരന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഭീമനും ദുര്യോധനനും ദ്വന്ദ്വയുദ്ധത്തിലാണ് കേമന്മാരായത്. യുധിഷ്ഠിരനാണെങ്കിൽ തേർ യുദ്ധത്തിലാണ് പ്രാഗൽഭ്യം പ്രകടിപ്പിച്ചത്. നകുല സഹദേവന്മാർ വാൾപ്പയറ്റിലാണ് പ്രാവീണ്യം നേടിയതെങ്കിൽ അർജുനൻ എല്ലാ യുദ്ധങ്ങളിലും പ്രാവീണ്യം നേടുകയും സർവ്വ ദിവ്യാസ്ത്രങ്ങളും ദ്രോണർ പഠിപ്പിച്ചത് അതേപടി പഠിക്കുകയും ചെയ്ത് അങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നു. ഒരു നാൾ ദ്രോണർ ഈ കുമാരന്മാരെയെല്ലാം വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അകലെ നിന്ന് ഒരു ബാലൻ അവിടെ കടന്നു വരികയും, അല്ലയോ ഗുരു, ഞാൻ അങ്ങ് വനത്തിലുള്ള വേടരാജാവിൻ്റെ പുത്രനായ ഏകലവ്യനാണ്. എനിക്കും അങ്ങയിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്നതിലേക്ക് വേണ്ടി താല്പര്യമുണ്ട്. അങ്ങ് എന്നെയും കൂടെ ഈ അസ്ത്രാഭ്യാസങ്ങൾ പഠിപ്പിച്ചാലും എന്നാവശ്യപ്പെടുകയും, എന്നാൽ ദ്രോണൻ ആ സമയത്ത് ഒരു വിദ്യാർത്ഥി വിദ്യയ്ക്ക് വേണ്ടി സമീപിക്കുന്ന ഗുരു ഒരു കാരണവശാലും വിദ്യാർത്ഥിയെ നിരാശപ്പെടുത്തി വിടാൻ പാടില്ല. വിദ്യ അഭ്യസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും ഈ സന്ദർഭത്തിൽ ഈ രാജകുമാരന്മാരെ മാത്രം പഠിപ്പിക്കുന്ന ഈ വേദിയിൽ ഒരു കാട്ടാളച്ചെറുക്കനെ പഠിപ്പിക്കാൻ ആ കാലഘട്ടത്തിലെ അപ്പോഴത്തെ നിയമം അനുവദിക്കാത്തതിനാൽ ദ്രോണർ ഈ വിധം ഏകലവ്യനോട് ആ കുമാരനോട് പറഞ്ഞു, കുമാരാ, ഞാനിവിടെ പഠിപ്പിക്കുന്ന അഭ്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നീ ദൂരെ നിന്ന് കണ്ടതിന് ശേഷം നീ നിൻ്റെ വനത്തിലെ ഗൃഹത്തിലേക്ക് പോയി അതിന് സമീപത്ത് എൻ്റെ ഒരു രൂപം മണ്ണിലുണ്ടാക്കി വച്ചതിന് ശേഷം നീ ഇവിടെ കണ്ട അസ്ത്രാഭ്യാസങ്ങൾ ഓർത്ത് നീ സ്വയം പഠിച്ചുകൊള്ളുക. നിനക്ക് അത്യാവശ്യം വേണ്ടുന്ന അസ്ത്രാഭ്യാസങ്ങൾ പഠിക്കാനുള്ള കഴിവ് നിന്നിലുണ്ട്, നിനക്കത് പ്രാപ്തമാവും.
എന്ന് അറിയിക്കുകയും അത് നീ ചെയ്യുക, അല്ലാതെ ഈ കൂട്ടത്തിൽ ഈ രാജകുമാരന്മാരെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നിന്നെ നിർത്തി പഠിപ്പിക്കാൻ കഴിയില്ല എന്നറിയിക്കുകയും അത് കേട്ട് ആ ബാലൻ അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്തു. വേണ്ട വിദ്യാഭ്യാസം തുടർന്നുപോയി. ഒരു നാൾ ദ്രോണരും എല്ലാ രാജകുമാരന്മാരുമായി ഗംഗാനദിയിൽ കുളിക്കുന്നതിലേക്ക് വേണ്ടി പോയി. കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദ്രോണർ കുമാരന്മാരോടായി വിളിച്ചു പറഞ്ഞു, കുമാരന്മാരെ, എൻ്റെ കാലിലിതാ ഒരു മുതല പിടിച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ആ മുതലയെ കൊന്ന് എന്നെ സംരക്ഷിക്കുക എന്ന്. ഈ ദ്രോണരുടെ ഈ അലർച്ച കേട്ട് കുമാരന്മാർ ചുറ്റും വളയുകയും എന്നാൽ അവരാരും ഈ മുതലയെ കാണാതിരിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അർജുനൻ വില്ലെടുത്ത് അമ്പ് നോക്കി ആ ജലത്തിനടിയിൽ ദ്രോണരുടെ കാലിരിക്കുന്ന പ്രദേശത്ത് വെള്ളത്തിനടിയിൽ നിന്ന് ജലകുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ട് ആ കുമിളകളെ ലക്ഷ്യമാക്കി അമ്പ് ചെയ്യുകയും നിമിഷ നേരം കൊണ്ട് ആ മുതല ചത്ത് പുറത്തേക്ക് വീഴുകയും ചെയ്തു. ഇത് കണ്ടു കഴിഞ്ഞ ദ്രോണർ അതീവ സന്തുഷ്ടനായി വീണ്ടും അർജുനനെ കെട്ടിപ്പിടിച്ച്, ഞാൻ പഠിപ്പിച്ച എല്ലാ വിദ്യകളും നീ വിധം പഠിച്ചു കഴിഞ്ഞു എന്നും നിന്നെ ജയിക്കുന്നതിലേക്ക് വേണ്ടി ഒരു വില്ലാളി ഈ ഭൂലോകത്തുണ്ടായിരിക്കുന്നതല്ലെന്നും ഇന്ന് ഭൂലോകത്തുള്ള സർവ രാജകുമാരന്മാരെക്കാളും ശ്രേഷ്ഠനായ ഒരു വില്ലാളിയായി നീ തീർന്നിരിക്കുന്നു എന്നും അർജുനനെ ദ്രോണർ അറിയിക്കുകയും എല്ലാവരും ഗംഗയിൽ നിന്ന് കരകയറി കൊട്ടാരത്തിന് സമീപത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു. പ്രിയ ഭക്തജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. സംഭവ ബഹുലമായ വിദ്യാഭ്യാസത്തെ കുറിച്ചും അടുത്ത ഭാഗത്ത് വേട്ടയ്ക്കായി പുറപ്പെടുന്ന പാണ്ഡവ കൗരവ ബാലന്മാർ വനത്തിൽ ആ ഏകലവ്യൻ്റെ ഒരു അത്ഭുതം കാണാനിടയാകുകയും അതിനെക്കുറിച്ചുള്ള സംഭവബഹുലമായ കഥയും തുടരാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.